അങ്ങനെ ഇന്ത്യൻ വുമൺസ് ടീം ICC വുമൺസ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് കടക്കുന്നു. അതും കരുത്തരായിട്ടുള്ള ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയിട്ടാണ്. ഓസ്ട്രേലിയ മുൻപിൽ വെച്ചിട്ടുള്ള ഒരു വലിയ വിജയലക്ഷ്യം പിന്തുടർന്ന് ആണ് ഇന്ത്യക്ക് ഈ ഒരു ഫൈനലിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. എന്താണെങ്കിലും സൗത്ത് ആഫ്രിക്കയാണ് ഫൈനൽ നേരിടാൻ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഏറ്റവും ഒരു കടുത്ത മത്സരം ഉറപ്പായിട്ടും ഓസ്ട്രേലിയക്കെതിരെ ഉള്ള ഈ ഒരു മത്സരം തന്നെയാണ്. കാരണം നമുക്കറിയാം ഓസ്ട്രേലിയയുടെ വുമൺസ് ടീമിൻ്റെയൊക്കെ ലെവൽ ഏതാണ് എന്നുള്ളത്. സത്യത്തിൽ ഈ ഒരു മത്സരം കണ്ടവരൊക്കെ തന്നെ ഒരു ഘട്ടത്തിലെങ്കിലും ഒന്ന് പേടിച്ചിട്ടുണ്ടാകും. കാരണം നമുക്ക് അറിയാം ഈ ഒരു മത്സരത്തിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ടീം അല്ലെങ്കിൽ ഓരോ താരങ്ങളും മുന്നോട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ ഒരു ബോട്ടിലിംഗ് ഭയം നമുക്ക് അവിടേക്ക് ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും വെച്ച് കലം ഉടയ്ക്കുമോ എന്ന് പറയുന്ന ഫീല്. പക്ഷേ കലം ഉടച്ചില്ല. അങ്ങനെ പല ഫീലുകൾ തോന്നി, പക്ഷേ ഉടയ്ക്കാതെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഓസ്ട്രേലിയ മുന്നോട്ട് വെച്ചിട്ടുള്ളത് 339 റൺസിൻ്റെ ഒരു കൂറ്റൻ വിജയലക്ഷ്യം തന്നെയാണ്. ആദ്യം ബാറ്റ് ചെയ്തിട്ടുള്ള ഓസ്ട്രേലിയ ഹീലി ആരുടെ ആദ്യത്തെ ഒരു ക്യാച്ചൊക്കെ ഡ്രോപ്പായി പോയിരുന്നു. പക്ഷേ പിന്നീട് പെട്ടെന്ന് തന്നെ ഔട്ടാക്കി എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം വന്നിട്ടുള്ള രണ്ട് താരങ്ങൾ, അതായത് ലിച്ച്ഫീൽഡും എലീസ് പെറിയും, അവരാണ് പിന്നെ ആ ഒരു നല്ലൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തെടുത്തത്. ഏതാണ്ട് 155 റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പാണ് അവർ തന്നെ ഉണ്ടാക്കിയെടുത്തതെന്നുള്ളതാണ്. അതിലൊരു ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോൾ എലീസ് പെറി ഒരു റൺസിന് മാത്രം നിൽക്കുന്ന സമയത്ത് ഒരു LBW ഔട്ട് വിധിക്കുന്നതാണ്. പക്ഷേ DRS ആണത് ഔട്ടല്ല എന്ന് പറഞ്ഞു മാറുന്നത്. പിന്നീട് എലീസ് പെറി ഒരു മത്സരത്തിൽ 77 റൺസാണ് എടുത്തത്. അതുപോലെ തന്നെ ലിച്ച്ഫീൽഡും ഒരു ഘട്ടം 62 റൺസ് എടുത്ത് നിൽക്കുന്ന സമയത്ത് ഔട്ടായി പോയതാണ്. പിന്നീട് സെഞ്ചുറി നേടി 119 റൺസ് നേടി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയതാണ്. പിന്നീട് വന്നിട്ടുള്ള ഇപ്പം ഗാർണർ ആണെങ്കിലും 63 റൺസ് നല്ലൊരു ഇന്നിങ്സാണ് കാഴ്ചവെച്ചത്. പക്ഷേ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം 331-6 എന്ന് പറയുന്ന ഒരു നിലയിൽ നിന്നെടുത്ത് നിന്ന് 338 ഓൾ ഔട്ടായി പോയി 49.5 ഓവർ ആകുന്ന സമയത്ത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം അവസാനത്തേക്ക് ഒരു 10 ബോളിലേക്ക് വരുമ്പോഴത്തേക്കും അടുപ്പിച്ചടുപ്പിച്ച് 4ഓളം വിക്കറ്റുകൾ നഷ്ടമായി എന്നുള്ളതാണ്. അവിടെ കൂടുതൽ റൺസുകൾ അവർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. അത് പറ്റിയിരുന്നെങ്കിൽ അവിടെയാണ് ഇന്ത്യൻ ബോളേഴ്സ് ഇപ്പം പല ഘട്ടത്തിൽ ഇന്ത്യൻ ബോളേഴ്സിന് അത്യാവശ്യം അടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഘട്ടത്തിൽ പിടിച്ചു നിന്നത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് അതൊരു ഗുണകരമായിട്ട് മാറി എന്നുള്ളതാണ്. രണ്ടാമത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ള ഇന്ത്യയുടെ ഓപ്പണിംഗ് ഷെഫാലി വർമ്മയും അതുപോലെ സ്മൃതി മന്ദനയും കൂടാണ്. ഷെഫാലി അറിയാം ഒരു പകരക്കാരിയുടെ റോളിൽ വന്നതാണ്, പ്രതികയ്ക്ക് പകരക്കാരിയായിട്ട്. അപ്പോൾ ആദ്യം ഒരു ബൗണ്ടറിയൊക്കെ അടിച്ചപ്പോഴത്തേക്ക് ഒരു പ്രതീക്ഷയൊക്കെ വന്നതാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ വെറും 5 ബോളിൽ 10 റൺസ് എടുത്തിട്ട് ഔട്ടായി പോയി എന്നുള്ളതാണ്. അതുപോലെ സ്മൃതി മന്ദനയാണെങ്കിലും ഈ ഒരു മത്സരത്തിൽ അൺലക്ക് 24 റൺസ് എടുത്തു. എല്ലാ മത്സരങ്ങളിലും ഒരേപോലെ തിളങ്ങിയിട്ടുള്ള താരത്തിന് ഒരിക്കൽ കൂടി നോക്കൗട്ട് ഫേസിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ. അത് വൈഡായിട്ട് വിധിച്ചതാണ്. പിന്നീട് DRSലാണ് സ്മൃതി ഔട്ടായി പോകുന്നത്. എന്നാൽ ജെമിമ റോഡ്രിഗസും ഹർമൻപ്രീത് കൗറും കൂടി ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ്, 167 റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ്, അവിടെയാണ് ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അവർ നിന്നാണ് പിന്നീട് നമുക്ക് കളി ഉണ്ടാക്കിയെടുത്തത്. ഏതാണ്ട് 35ാമത്തെ ഓവറാകുന്ന സമയത്താണ് ഹർമൻപ്രീത് ഔട്ടായി പോകുന്നത്. അതേവരെ ഒരു നല്ല രീതിയിൽ നല്ല റൺ റേറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നൊരു രീതിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഹർമൻപ്രീത് 89 റൺസിനാണ് ഔട്ടാകുന്നത്. ജമീമ ആണെങ്കിൽ നോട്ട് ഔട്ടായിട്ട് നിന്ന് കളി ഫിനിഷ് ചെയ്യുകയും ചെയ്തു, 127 റൺസ്. അത് കഴിഞ്ഞ് വന്ന ദീപ്തി ശർമ്മയാണെങ്കിലും 24 റൺസ് എടുത്തു. പക്ഷേ ഒരു അൺനെസസറി ഒരു റണ്ണിങ്ങിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് റണ്ണൗട്ടായി പോയത്. അല്ലെങ്കിൽ ഓടിക്കയറാവുന്നൊരു സിറ്റുവേഷനാണ്. അത് കഴിഞ്ഞ് വന്നറിപ്പം റിച്ച ഘോഷ് ആണെങ്കിലും വാട്ട് എ ഹിറ്റിംഗ്, കിഡിലൻ പെർഫോമൻസ്. നമുക്ക് പല വെസ്റ്റ് ഇൻഡീസ് പ്ലെയേഴ്സൊക്കെ ഹാർഡ് ഹിറ്റ് ചെയ്യുന്ന ആ ഒരു ഫീലാണ് റിച്ച ഘോഷിൻ്റെ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നിയത്. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള അമാൻജോത് കൗർ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ ജമീമയ്ക്ക് സപ്പോർട്ട് ചെയ്തു. പക്ഷേ വളരെ കരുതലോടുകൂടി കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ബൗണ്ടറിയും സിക്സറും ഒക്കെ അടിച്ച് വന്നവരും ഒക്കെ പിന്നെ നിരാശപ്പെടുത്തിയില്ല. കാരണം മിക്ക താരം ഇപ്പം ഷെഫാലി 10 റൺസിന് ഔട്ടാതെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഒരു തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് തന്നെയാണ് പുറത്തായത്. അത് തീർച്ചയായിട്ടും അത് നമ്മൾ പലപ്പോഴും ഒരു പ്രശ്നമായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ബാറ്റേഴ്സ് നല്ല രീതിയിൽ കളിക്കും, ഒരു ഘട്ടം കഴിഞ്ഞ് വരുന്നവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് മാറി മറിഞ്ഞു. ഒപ്പം ജമീമയുടെ ഒരു ഉഗ്രൻ ഇന്നിങ്സും, അങ്ങനെയാണ് 48.3 ഓവർ ആകുന്ന സമയത്ത് തന്നെ ഒരു വിജയലക്ഷ്യം കണ്ടെത്താൻ സാധിച്ചതും ഫൈനലിലേക്ക് എത്താൻ സാധിച്ചതെന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസ് രമേശൻ സൈനിങ് ഓഫ്.